ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, നമ്മുടെ ഹൗസ് വാമിംഗ് ഡേയുടെ അന്ന് അഥവാ ഫംഗ്ഷൻ ഡേയുടെ അന്നുള്ള വിശേഷങ്ങളും കുറച്ച് ക്ലിപ്സും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ തൊട്ട് തലേന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുടെ കാണും. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നത്തെ ഡേയുടെ വീഡിയോസും കാര്യങ്ങളും ഇടുവാണ്. പിന്നെ അതുമാത്രമല്ല, ഞാൻ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാവുന്നത് പോലെ ഞാൻ കുറച്ചുകൂടി ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ എല്ലാവരും ഉൾപ്പെടുത്താനാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഓർക്കാനും കാണാനും ഒരു മെമ്മറി എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. നമ്മൾ ഈവനിങ് മുതലേ ഫംഗ്ഷൻ വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര തിരക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്നവർക്ക് കുടിക്കാനായിട്ട് നമ്മൾ സൈഡിൽ ജ്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ, ഗ്രേപ്പ്, വാട്ടർ മെലൺ, 3 തരം ജ്യൂസാണ് പൊതുവെ എല്ലായിടത്തും അത് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവർക്കും ജ്യൂസ് കുടിക്കാൻ പറ്റണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിവിധ തരം ടേസ്റ്റി ആയിട്ടുള്ള ടീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു, ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. ടീ എന്ന് പറയുമ്പോൾ പല ഫ്ലേവറിലായിട്ടുള്ള ടീ ആണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കുറച്ച് ടീംസാണ് കാണുന്നത്, ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ ഒരാളുടെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റൂല, കാരണം ഓഫീസ് വർക്കിംഗ് ഡേ ആയിരുന്നു. പിന്നെ ദൂരമുള്ളത് കാരണം എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ടുള്ള എന്തോ സംസാരത്തിലായതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങാൻ അതേപോലെ ജ്യൂസ് അവർക്ക് കൊടുക്കാൻ ഇത്തിരി സമയമെടുത്തു. പിന്നീടാണ് ശ്രദ്ധിച്ചത് അവർ ഗിഫ്റ്റും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല വെയിറ്റുള്ള ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ ചെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്തതിൽ അപ്ലോഡ് ചെയ്യാം. ഒത്തിരി പേര് നല്ല സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ തിരക്കിലായിട്ട് വിട്ടുപോകുന്നതാണ്. പിന്നെ അപ്പോൾ അതൊക്കെ ടൈമിനനുസരിച്ച് ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ എന്നുള്ള നിലക്കല്ല ഞാൻ ഇടുന്നത്. ആക്ച്വലി ഇതൊരു എനിക്കൊരു വേണ്ടിയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഒരു മെമ്മറി എന്നുള്ള നിലയിൽ ഞാൻ ഇടുന്നത്. ഒരുപാട് ആളുകൾ വന്നതും പോയതും ആളുകളുടെ മാറ്റങ്ങൾ, പിന്നെ നമ്മളിങ്ങനെയാണ് പരിപാടി നടത്തിയെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പിന്നീട് അല്ലെങ്കിൽ വേണ്ട സമയത്തൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്തൊരു കുട്ടി മെമ്മറിയാക്കി മാറ്റുന്നത്. ഞങ്ങൾ ചുരുങ്ങിയൊരു പരിപാടിയായിരുന്നു ഉദ്ദേശിച്ചത്. അടുത്ത ബന്ധുക്കളും നാട്ടുകാരും അടുത്ത പരിചയക്കാരും മാത്രമായിട്ടുള്ളത്. നമ്മൾ രാത്രിയൊക്കെ മുട്ടിപ്പാട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള. അവരുടെ മുട്ടിപ്പാട്ട് കിട്ടാൻ ഞാൻ കുറേ ട്രൈ ചെയ്തു. പക്ഷേ അവൻ നാട്ടിലുമില്ല. പിന്നെ അവൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. പിന്നെ അവർ റിപ്ലൈ ചെയ്യാൻ ലേറ്റായി അങ്ങനെ വിട്ടതാണ്. പക്ഷേ ഇവർ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് രാത്രി ആയത് കാരണം നല്ല രസമാണ് നമുക്ക് കളിക്കാനും ചിരിക്കാനും. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. എന്നോട് ഫുഡ് ഏരിയയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അത് ബാക്ക് സൈഡിലാണല്ലോ, മദ്രസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിസ്സായിപ്പോയി. പിന്നീടാണ് ഞാൻ ഓർത്തത്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൽഫാം മന്തിയും അതേപോലെ ബീഫ് ബിരിയാണി, പിന്നെ കപ്പ, പൊറോട്ട, വെള്ളയപ്പം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഉള്ളത്.
പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് മുട്ടിപ്പാട്ടും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കളിച്ച് തുടങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഹൗസ് വാമിങ് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് ആളെ എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കുറേ മിസ്സായിക്കുണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് ആവുന്ന പോലെ ആ തിരക്കിനിടയിൽ എടുത്ത വീഡിയോസാണ്. ഇതെൻ്റെ ഡാഡിയാണ് കേട്ടോ കളിക്കുന്നത്. പണ്ടത്തെ ഡിസ്കോ ഡാൻസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മളൊരു വീടാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാന്ന് നമ്മളൊരു വീട് വെക്കുമ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഇതുപോലൊക്കെ അല്ലെങ്കിൽ ഒരു വീടില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേര് നമുക്ക് മുന്നിലുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഒരു വീടാക്കാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടായത് എന്ന് പറയുന്നത് അതിന് പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്, വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്. മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പങ്കും എൻ്റെ ഡാഡിൻ്റെയുമാണ്. അപ്പോൾ സ്റ്റോറി ആയിട്ടും വിശേഷങ്ങളുമായിട്ട് ഹോം ടൂറുമായി ഞാൻ വേറെ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.